ഹായ് ഓൾ ഇന്നൊരു ഹൽദിക്ക് പോകാൻ റെഡിയായാലോ? ഇന്ന് എൻ്റെ തൊട്ട വീട്ടിലത്തെ ചേച്ചിയുടെ ഹൽദി പരിപാടിയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഒരു മൈൽഡ് മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹെവി ആയിട്ടൊന്നും ഞാനൊന്നും വിചാരിക്കുന്നില്ല. അപ്പോൾ തന്നെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ഓഫ് ചോയ്സ് അവർ പറഞ്ഞത് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ആണ്. രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടിയുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു വൈറ്റ് ആൻഡ് യെല്ലോ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ്. അപ്പോൾ കൺസീലർ ഞാൻ അപ്ലൈ ചെയ്തു, നന്നായി ഈവനായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ കോമ്പാക്ട് പൗഡർ ആട്ടോ ഇടുന്നത്. ഒരു മൈൽഡായിട്ട് എല്ലാവരും ഈവൻ ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മസ്കാര ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇമ്മ പറയുന്നുണ്ട്, നീ വേഗം റെഡി ആവുക, അവിടെ പരിപാടിയൊക്കെ തുടങ്ങാറായിട്ടുണ്ട്, നീ ഇങ്ങനെ മെല്ലെ മെല്ലെ ആയാൽ എന്ത് ശരിയാവില്ലല്ലോ. ഞാനതൊന്നും കേൾക്കാതെ ഇന്ന് എൻ്റെ ടൈം എടുത്തിട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും വൃത്തിയാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അടുത്തതാ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. എപ്പോഴും ഞാൻ ആദ്യം മോയ്സ്ചറൈസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. സാധാരണ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് അതിന് മുന്നോടിയായിട്ട് ഞാൻ ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് ഈവൻ ഔട്ട് ചെയ്തു. എന്നിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത്. ഇത് കളർ ബാറുടെ പംകിൻ സ്പൈസ് എന്ന ഷെയ്ഡാണ്. ഏകദേശം എൻ്റെ ലിപ്പിൻ്റെ അതേ കളറാണ് ഇതിന്. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ അത് മാക്സിമം യൂസ് ചെയ്യാറുള്ള ഈ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഏത് കമ്മലാണ് ഇടാൻ ഡിസൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജിംക്ക് ഡിസൈഡ് ചെയ്തു. ഈവൻ അത് ഒട്ടും മാച്ച് അല്ലെങ്കിൽ എനിക്ക് ആ ജിംക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാനത് ഇടായിരുന്നു. ബട്ട് അത് ലേറ്റർ ഇട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി തീരെ ഈ ഔട്ട്ഫിറ്റായിട്ട് ചെയ്യുന്നു പോകുന്നില്ല. അപ്പോൾ അത് ഞാൻ മാറ്റി മറ്റേത് ഇടാണ് ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്ലഷിൻ്റെ ആവശ്യം കൂടിയേ ഉള്ളൂ. ബ്ലഷ് വളരെ മൈൽഡായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഓവറായിട്ട് ബ്ലഷ് അടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഒരു ചെറിയ ബ്ലഷ് എനിക്ക് ഇഷ്ടമാണ്. അതിന് ശേഷം ഞാൻ ഹിജാബ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നതിന് കമ്മൽ കാട്ടിയിട്ടുള്ള ഹിജാബ് സ്റ്റൈൽ ഞാൻ നോക്കുകയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ടുണ്ടോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. അപ്പോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് വന്നത് എനിക്ക് വളരെ ഇഷ്ടമായി, മേക്കപ്പും ഇഷ്ടമായി. അപ്പോൾ അതാ ചേച്ചിയുടെ ഹൽദി പരിപാടി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ സംഭവം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നോക്കി വണ്ടറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ഹൽദി വ്ളോഗ്.